ഹലോ എവരി വൺ. സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ 4-ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? അതിനുള്ള പരിഹാരമാണ് ഇന്നത്തെ ക്ലാസ്. ഇന്ന് നമുക്ക് പഠിക്കാം WH ഫാമിലി. എന്താണ് ഈ WH ഫാമിലി? WH ഫാമിലി എന്ന് വെച്ചാൽ വാട്ട്, ഹൂ, വെയർ, വെൻ, വൈ, ഹൗ, വിച്ച്, ഹൗ മെനി ആൻഡ് ഹൗ മച്ച്. ഈ വേർഡ്സ് ഉപയോഗിച്ചിട്ട് ഇത് 9 എണ്ണം ഉണ്ട്. ഈ 9 ക്വസ്റ്റ്യൻ വേർഡ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും കഴിയും. ലളിതമായ ഉദാഹരണങ്ങളോടെ നമുക്ക് പഠനം ആരംഭിക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് ഡേ 4. ഈ WH ഫാമിലിയിലെ ആദ്യത്തെ വാക്കാണ് വാട്ട്. വാട്ടിൻ്റെ അർത്ഥമാണ് എന്ത്. ഒരു വസ്തുവിനെയോ വിവരത്തെയോ കുറിച്ച് ചോദിക്കുവാനാണ് നമ്മൾ വാട്ട് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾസ്: വാട്ട് ഈസ് യുവർ നെയിം? നിങ്ങളുടെ പേരെന്താണ്? വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്? നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ്? വാട്ട് ടൈം ഈസ് ഇറ്റ്? ഇപ്പോൾ സമയം എത്രയായി? വാട്ട് ആർ യു ഡൂയിങ്? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അടുത്ത വാക്കാണ് ഹൂ. ഹൂ എന്ന് വെച്ചാൽ ആര്. ഒരു വ്യക്തിയെക്കുറിച്ച് ചോദിക്കാൻ നമ്മൾ ഹൂ ഉപയോഗിക്കുന്നു. ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത് ആര്? ഹൂസ് യുവർ ടീച്ചർ? നിങ്ങളുടെ അധ്യാപകൻ ആര്? ഹൂസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആര്? ഹൂ കോൾ യു? നിങ്ങളെ ആരാണ് വിളിച്ചത്? അടുത്ത വാക്കാണ് വെയർ. വെയർ എന്ന് വെച്ചാൽ എവിടെ. ഒരു സ്ഥലത്തെക്കുറിച്ച് ചോദിക്കുവാനാണ് നമ്മൾ വെയർ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന്, വെയർ ഈസ് യുവർ സ്കൂൾ? നിങ്ങളുടെ സ്കൂൾ എവിടെയാണ്? വെയർ ഈസ് മൈ പെൻ? എൻ്റെ പേന എവിടെയാണ്? വെയർ ആർ ദേ? അവർ എവിടെയാണ്? വേ ഡു യു ലീവ്? നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന വാക്കാണ് വെൻ. വെൻ എന്ന് വെച്ചാൽ എപ്പോൾ. നമ്മൾ സമയത്തെക്കുറിച്ച് ചോദിക്കുവാനാണ് വെൻ ഉപയോഗിക്കുന്നത്. ഉദാഹരണങ്ങൾ: വെൻ ഈസ് യുവർ ബർത്ത്ഡേ? നിങ്ങളുടെ ജന്മദിനം എപ്പോഴാണ്? വെൻ ഈസ് ഓണം? ഓണം എപ്പോഴാണ്? വെൻ ആർ യുവർ എക്സാംസ്? നിങ്ങളുടെ പരീക്ഷകൾ എപ്പോഴാണ്? വെൻ വിൽ യു കം? നിങ്ങൾ എപ്പോൾ വരും? നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന വാക്കാണ് വെൻ. വെൻ എന്ന് വെച്ചാൽ എപ്പോൾ. നമ്മൾ സമയത്തെക്കുറിച്ച് ചോദിക്കുവാനാണ് വെൻ ഉപയോഗിക്കുന്നത്. ഉദാഹരണങ്ങൾ: വെൻ ഈസ് യുവർ ബർത്ത്ഡേ? നിങ്ങളുടെ ജന്മദിനം എപ്പോഴാണ്? വെൻ ഈസ് ഓണം? ഓണം എപ്പോഴാണ്? വെൻ ആർ യുവർ എക്സാംസ്? നിങ്ങളുടെ പരീക്ഷകൾ എപ്പോഴാണ്? വെൻ വിൽ യു കം? നിങ്ങൾ എപ്പോൾ വരും? Our next word is why. Why means എന്തുകൊണ്ട്. കാരണം ചോദിക്കാൻ നമ്മൾ why ഉപയോഗിക്കുന്നു. Why are you sad? നിങ്ങൾ എന്തുകൊണ്ട് വിഷമിച്ചിരിക്കുന്നു? Why are you late? നിങ്ങൾ എന്തുകൊണ്ട് വൈകി? Why are you crying? നിങ്ങൾ എന്തുകൊണ്ട് കരയുന്നു? Why do you study English? നിങ്ങൾ എന്തുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുന്നു? Next we are going to learn about how. How means എങ്ങനെ. എങ്ങനെ അല്ലെങ്കിൽ എന്ത് അവസ്ഥയിലാണ് എന്ന് ചോദിക്കുവാനാണ് നമ്മൾ ഹൗ ഉപയോഗിക്കുന്നത്. ഉദാഹരണങ്ങൾ നോക്കാം. ഹൗ ആർ യു? നിങ്ങൾക്ക് സുഖമാണോ? ഹൗ ഡു യു ഗോ ടു സ്കൂൾ? നിങ്ങൾ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്? ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? എനിക്ക് നിങ്ങളെ എങ്ങനെ സഹായിക്കാം? ഹൗ വാസ് യുവർ ഡേ? നിങ്ങളുടെ ദിവസം എങ്ങനെയായിരുന്നു? നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് വിച്ച്. വിച്ച് എന്ന് വെച്ചാൽ ഏത്. ഇപ്പോൾ കുറേ സാധനങ്ങളുണ്ട് അല്ലെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ ഒന്നിനെ തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ ഒന്നിലധികം കാര്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുവാനാണ് നമ്മൾ വിച്ച് ഉപയോഗിക്കുന്നത്. ഉദാഹരണങ്ങൾ നോക്കാം. വിച്ച് ഈസ് യുവർ ബുക്ക്? ഇതിൽ ഏതാണ് നിങ്ങളുടെ പുസ്തകം? വിച്ച് കളർ ഡു യു ലൈക്ക്? നിങ്ങൾക്ക് ഏത് നിറമാണ് ഇഷ്ടം? വിച്ച് ബസ് ഗോസ് ടു കോഴിക്കോട്? കോഴിക്കോട് പോകുന്ന ബസ് ഏതാണ്? വിച്ച് സബ്ജക്റ്റ് ഡു യു ലൈക്ക് മോസ്റ്റ്? ഏത് വിഷയമാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം? അടുത്ത വാക്കാണ് ഹൗ മെനി. ഹൗ മെനി എന്ന് വെച്ചാൽ എത്ര എണ്ണം. നമുക്ക് എണ്ണാൻ കഴിയുന്ന വസ്തുക്കളുടെ എണ്ണം ചോദിക്കാനാണ് നമ്മൾ ഹൗ മെനി ഉപയോഗിക്കുക. ഉദാഹരണം നോക്കാം. ഹൗ മെനി ബ്രദേഴ്സ് ഡു യു ഹാവ്? നിങ്ങൾക്ക് എത്ര സഹോദരന്മാരുണ്ട്? ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദെയർ? അവിടെ എത്ര വിദ്യാർത്ഥികളുണ്ട്? ഹൗ മെനി ബുക്സ് ഡു യു ഹാവ്? നിങ്ങൾക്ക് എത്ര പുസ്തകങ്ങളുണ്ട്? ഹൗ മെനി ആപ്പിൾസ് ആർ ദെയർ? അവിടെ എത്ര ആപ്പിളുകളുണ്ട്? ഇന്ന് നമ്മൾ അവസാനമായി പഠിക്കാൻ പോകുന്ന വാക്കാണ് ഹൗ മച്ച്. ഹൗ മച്ച് എന്ന് വെച്ചാൽ എത്ര. അൺകൗണ്ടബിൾ തിങ്സ്, അതായത് നമുക്ക് എണ്ണാൻ കഴിയാത്ത ചില സാധനങ്ങളുണ്ട് അല്ലെങ്കിൽ കാര്യങ്ങളുണ്ട്.
അവയെക്കുറിച്ച് ചോദിക്കാൻ, അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും വിലയെക്കുറിച്ച് ചോദിക്കാൻ, ഇതിനെയാണ് നമ്മൾ ഹൗ മച്ച് എന്ന് വെച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഹൗ മച്ച് ഈസ് ദിസ് പെൻ? ഈ പേനയ്ക്ക് എത്ര രൂപയാണ്? ഹൗ മച്ച് മണി ഡു യു ഹാവ്? നിങ്ങളുടെ കയ്യിൽ എത്ര പണമുണ്ട്? ഹൗ മച്ച് മിൽക്ക് ഈസ് ദേർ? എത്ര പാൽ ഉണ്ട്? ഹൗ മച്ച് വാട്ടർ ഡു യു ഡ്രിങ്ക് ഡെയിലി? നിങ്ങൾ ദിവസവും എത്ര വെള്ളം കുടിക്കുന്നു? നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ഇന്ന് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ റൂമിലിരുന്നിട്ട് കുറച്ച് WH ക്വസ്റ്റ്യൻസ് തന്നെത്താനെ ഉണ്ടാക്കുക. ഇപ്പോൾ റൂമിലിരുന്നിട്ട് കാണുന്നതിനെക്കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഉദാഹരണത്തിന്, വാട്ട് ഈസ് ഓൺ യുവർ ടേബിൾ? വൈ ഈസ് ദ ഫാൻ ഓൺ? ഹൗ മെനി ചെയർസ് ആർ ദെയർ ഇൻ ദിസ് റൂം? ഹൗ മച്ച് വാട്ടർ ഈസ് ദെയർ ഇൻ ദ ബോട്ടിൽ? ഇങ്ങനെ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് തന്നെത്താനെ ഉണ്ടാക്കും. നിങ്ങൾ ഉണ്ടാക്കിയ ഈ ക്വസ്റ്റ്യൻസ് കമൻറ്റിൽ ഇടുക. അപ്പം ഞാൻ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അറിയിക്കുന്നതാണ് അതിലെന്താണ് മിസ്റ്റേക്ക് എന്നത്. അപ്പോൾ ഈ സെൻറ്റൻസുകളെല്ലാം നിങ്ങൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ. ഹാവ് എ നൈസ് ഡേ. പിന്നെ മുൻപത്തെ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ അതെല്ലാം കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.